പഠിക്കാൻ വേണ്ടി പോകുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിനെ പറ്റിയിട്ടാണ്. അപ്പൊ മെറ്റൽസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടാവും അല്ലേ? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ മെറ്റൽസിനെ പറ്റി അറിയാം അല്ലെ? ഞാൻ അറിയുന്ന കുറച്ച് മെറ്റൽസിന്റെ പേര് പറഞ്ഞാട്ടെ. കോപ്പർ ഒരു മെറ്റലാണ്. ഓക്കെ, അയൺ ഒരു മെറ്റലാണ്. പിന്നെ അലൂമിനിയം ഒരു മെറ്റലാണ്. അപ്പൊ ഞങ്ങൾ ദിവസം യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഏതെല്ലാമാണ്? എക്സാമ്പിൾസ് പറയാൻ വേണ്ടി പറ്റുമോ? അതെ, നെയിൽ, ആണി എന്താണ്? ഒരു നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു മെറ്റലാണ് ആണി. പിന്നെ വീട്ടിലെ പാത്രങ്ങൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂട്ടൻസിൽസ് എല്ലാം സ്റ്റീല് പോലെയുള്ള സ്റ്റീല്, അലൂമിനിയം പോലെയുള്ള മെറ്റൽസിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ കോപ്പർ, കോപ്പർ ഒരു മെറ്റൽ. നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നത് എവിടെയാ? അതെ അല്ലേ, നമ്മുടെ വയർ, ഇലക്ട്രിക്കൽ വയേഴ്സിന്റെ ഉള്ളിലുള്ള മെറ്റൽ ഏതാണ്? കോപ്പർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് മെറ്റൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇതെന്താ, നമ്മള് കോപ്പർ വയർ, നേരത്തെ പറഞ്ഞ കോപ്പർ വയറിനെ പറ്റി. ഇതൊരു കോപ്പർ വയറാണ്. നോക്കിയേ, ഈ കോപ്പർ വയർ എന്ത് മെലിഞ്ഞിട്ടാന്ന് നോക്കിയിട്ട് ഭയങ്കര തിന്നാണ് ഈ കോപ്പർ വയർ. നോക്കിയേ, കോപ്പർ വയർ ഭയങ്കര തിന്നാണ്. അപ്പൊ നമുക്ക് ഒരു മെറ്റൽ എടുത്ത് അതിനെ അടിച്ചിട്ട് ഇതേപോലത്തെ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്ത് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഡക്റ്റിലിറ്റി. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു? മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു. ഒരു പ്രോപ്പർട്ടി ആണ് എന്തെന്ന്? ഡക്റ്റിലിറ്റി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് മെറ്റലിനെ അടിച്ച് പരത്തി ഷീറ്റുകളാക്കാം. മെറ്റലിനെ നമ്മള് അടിച്ച് പരത്തി ഷീറ്റുകളാക്കാൻ നമ്മൾ എന്ത് പറയാ? മാലിയബിലിറ്റി എന്ന് പറയാം. മാലിയബിലിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞോട്ടെ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുറത്തുനിന്ന് പാർസലായിട്ട് ഫുഡ് വാങ്ങിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പാർസലായിട്ട് ഫുഡ് കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്ത് കിട്ടുക ഒരു അലൂമിനിയത്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റാപ്പിനുള്ളിൽ നമുക്ക് ഫുഡ് കിട്ടുക. അപ്പൊ ഈ അലൂമിനിയം റാപ്പിലെ ശരിക്കും എന്താണ്? അലൂമിനിയം മെറ്റലിനെ അടിച്ച് പരത്തി ഇങ്ങനെ ഷീറ്റുകളാക്കിയതാണ് എന്തെന്ന്? അലൂമിനിയം. നമ്മൾ ഫുഡ് അലൂമിനിയം റാപ്സ് ആയിട്ടുള്ള നമ്മൾ ഫുഡ് റാപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നത്. അതേപോലെ നമ്മൾ ഗുളികയില് ടാബ്ലറ്റ്സിന്റെ കവർ എടുത്തില്ലേ? ടാബ്ലറ്റ്സിന്റെ കവറെല്ലാം ഈ ഒരു മാലിയബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. വേറെ മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? മെറ്റൽസ് ഭയങ്കര ഷൈനിങ് ആയിരിക്കും അല്ലെ? നോക്കിയേ, ഈ മെറ്റൽസ് ഭയങ്കര ഷൈനിങ് ആണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോൾഡൻ ബാംഗിൾസ്. ഈ ബാംഗിൾസ് എന്നത് ഭയങ്കര തിളക്കമുള്ളതല്ലേ? അപ്പൊ മെറ്റലിന്റെ വേറൊരു പ്രോപ്പർട്ടി ആണെന്ത്? ഷൈനിങ്. മെറ്റൽസ് ഭയങ്കര ഷൈനിയാണ്. നമ്മൾ അതിനാ വേറൊരു പേര് വെച്ചിട്ട് പറയാം. എന്റെ പേരാണ് ലെസ്ട്രസ് എന്ന് പറയുന്നത്. എന്താണ്? ലെസ്ട്രസ്. ലെസ്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര തിളക്കമുള്ളതെന്നാണ് അതിന്റെ അർത്ഥം. ഒരു ദിവസം അടുക്കളയിൽ പാചകം ചെയ്യണം. അപ്പൊ നമ്മള് ഒരു വറവുണ്ടാക്കാൻ വേണ്ടി നമ്മള് പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മൾ പയറൊക്കെ കട്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ആ പയർ വേവിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കും അല്ലെ? എന്താ, ഒരു സ്പൂൺ ഇട്ടു വെക്കും. അപ്പൊ നമ്മൾ ഇട്ടത് ഒരു സ്റ്റീലിന്റെ സ്പൂണാണ്. നമ്മൾ എന്ത് ചെയ്തു? പയറൊക്കെ വന്നതോടെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് പുറത്തു പോയി തിരിച്ചു വന്ന് നമ്മൾ എന്ത് പെട്ടെന്ന് ഇളക്കാൻ വേണ്ടി നോക്കും അല്ലെ? അപ്പൊ ഇളക്കുന്ന സമയത്ത് എന്ത് വന്നു? ആ സ്പൂണ് ഭയങ്കര ചൂടായി. എന്തുകൊണ്ടാണ് സ്പൂൺ ഇത്ര ചൂടാവാൻ കാരണം? സ്പൂൺ എന്തിനെ കൊണ്ട്, ഞാൻ എന്ത് സ്പൂണാന്നാ പറഞ്ഞത്? ഒരു സ്റ്റീലിന്റെ സ്പൂൺ അല്ലേ? അപ്പൊ ആ സ്റ്റീലിന്റെ സ്പൂൺ എന്ന് പറഞ്ഞത് ഒരു മെറ്റലിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ മെറ്റലിന് എന്തിനുള്ള കഴിവുണ്ട്? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഴിവുണ്ട്. അപ്പൊ മെറ്റലിന്റെ വേറൊരു പ്രോപ്പർട്ടി ആണ് കണ്ടക്ട്സ് ഹീറ്റ്. അപ്പൊ ഒരു മെറ്റലിന് എന്ത് ചെയ്യുന്നതാണ്? ചൂടിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ ഇതെന്താ? ഇതൊരു ഇലക്ട്രിക്കൽ ടവർ. അതിലൂടെ എന്ത് പോകുന്നുണ്ട്? കുറെ ഇലക്ട്രിക്കൽ ലൈൻസ് പോകുന്നുണ്ട് അല്ലെ? എങ്ങനെയാണ് നമ്മളെ ഇലക്ട്രിക്കൽ ലൈൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? നമുക്കറിയാം എന്താ, നമ്മളെ ഈ വയേഴ്സിന്റെ എല്ലാം ഉള്ളിൽ എന്താ ഉള്ളത്?
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. മെറ്റൽസ് എന്താണ്? മെറ്റൽസ് എല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ആ വയറിന്റെ ഉള്ളിൽ ഇതേപോലെയുള്ള മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ, അലുമിനിയം പോലെയുള്ള മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റൽസ് എന്ത് കണ്ടക്ട് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അപ്പോൾ മെറ്റലിന്റെ വേറൊരു പ്രോപ്പർട്ടി എന്നത് ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. പിന്നെ ഒരു പ്രോപ്പർട്ടി ആണ് സൊണോറിറ്റി. എന്താണ്? സൊണോറിറ്റി. സൊണോറിറ്റി എന്ന് പറഞ്ഞാല് എന്താണെന്നറിയാം? നമ്മളെ ഇപ്പൊ രണ്ട് മെറ്റൽസ് ഉണ്ട്, ഇങ്ങനെ കൂട്ടി അടിച്ചപ്പോ എന്തോന്നു? ഒരു സൗണ്ട് വന്നില്ല അല്ലെ? അപ്പൊ മെറ്റൽസ് തമ്മില് മുട്ടിക്കഴിഞ്ഞാല് സൗണ്ട് വരുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതിനെ എന്ത് പറയാ? സൊണോറിറ്റി. അല്ലെങ്കിൽ മുട്ടുന്ന നമ്മൾ എന്താ പറയാ? മെറ്റൽസ് ആർ സൊണോറസ് എന്ന് പറയും. ഈ ഒരു പ്രോപ്പർട്ടിനെ നമ്മള് സൊണോറിറ്റി എന്ന് പറയും. അപ്പൊ നമ്മൾ ഇന്ന് മെറ്റൽസിന്റെ 6 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഏതാണ്? ഡക്റ്റിലിറ്റി പഠിച്ചു, മാലിയബിലിറ്റി പഠിച്ചു, ഷൈനി അല്ലെങ്കിൽ ലസ്ട്രസ് പഠിച്ചു, ഇറ്റ് കണ്ടക്ട്സ് ഹീറ്റ്, ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, പിന്നെ സൊണോറിറ്റി. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടി കാണിക്കുന്ന